ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ വ്യത്യസ്തതയാർന്ന ഒരു വിഭവവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ മരച്ചീനി വേവിച്ച് കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അധികം വേവാത്ത മരച്ചീനി കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം. വളരെ രുചികരമായ ഒരു കറിയായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മൾ മരച്ചീനി ചെറുതായി കീറി അരിയണം. ഒരു മരച്ചീനി എടുത്തിട്ട് ഒരു 4 or 5 ആയിട്ട് ദണ്ട ഈ തരത്തിൽ കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മളത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കുക്കറിൽ വെച്ചാൽ മതി. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ. ഞാനിപ്പോൾ കുക്കറിലല്ല, അല്ലാതെ അടപ്പിൽ ചരുവം വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലാണെങ്കിൽ വളരെ എളുപ്പമാണ്, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് കുഴയാൻ പാടില്ല. ഒരു തോരൻ്റെയൊക്കെ കപ്പയ്ക്കൊക്കെ തോരൻ വെക്കുന്ന പോലെ, നമ്മൾ പപ്പായ തോരൻ വെക്കത്തില്ലേ, അതേ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കഴുകി വാരി അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഒരു 2 തിളയൊക്കെ വരുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ആ വെള്ളം അതങ്ങ് ഊറ്റിക്കളയണം. ഉപ്പിടണം. അടുപ്പിൽ വെച്ച് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പിടണം. എന്നാൽ മാത്രമേ ആ ഉപ്പ് ചീനിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ എന്നിട്ട് അത് കൊണ്ടുപോയി ആ വെള്ളം അത് വാർന്ന് കളയണം, ഊറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അരപ്പിടണം. അരപ്പെന്ന് പറയുന്നത് തേങ്ങയും ഒരു വെളുത്തുള്ളി ഇത്തിരി ഏറെ വേണം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം. തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുത്ത് നമുക്ക് ഈ കടുക് വറക്കുമ്പോൾ ഈ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊന്ന് മാറ്റിയെടുക്കണം. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ മതി ഈ അളവ് ചീനിക്ക്. നമ്മൾ സാധാ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ അതൊന്ന് ചിക്കി എടുത്തിട്ട് നമ്മുടെ ചീനി ശ്രദ്ധിക്കണം, ഉപ്പിട്ടായിരിക്കണം ചീനി നമ്മൾ വേവിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ വേവിച്ച ചീനി നമുക്ക് നമ്മുടെ അരപ്പിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ടോ? നമ്മുടെ ചീനി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തതയാർന്ന എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചീനി കൊണ്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ തോരൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ തൊട്ടടുത്ത വിഭവമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.